2011 മോഡൽ ഓൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. 2011 മോഡൽ ഓൾട്ടോ LXi വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഒരു വാഗണർ 2010 മോഡൽ വാഗണർ. 2010 മോഡൽ വാഗണർ VXi സിംഗിൾ ഓണർ വണ്ടി. വെറും 76,000 കിലോമീറ്റർ ഓടി വണ്ടി. 76 കിലോമീറ്റേഴ്സ്. 2010 മോഡൽ വാഗണർ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി 2007 മോഡൽ മാരുതി 800 AC വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ് 2027 വരെ പേപ്പറും കാര്യങ്ങളുള്ള 2007 മോഡൽ മാരുതി MB-FI AC വണ്ടി. അടുത്ത വീട് എർട്ടിക 2018 മോഡൽ എർട്ടിക. വെറും 70,000 കിലോമീറ്റർ ഓടി വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. അടുത്ത നമുക്ക് ലോ ബഡ്ജറ്റ് ഓൾട്ടോ നോക്കാം. 2009 മോഡൽ ഓൾട്ടോ LX. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളോ 2009 മോഡൽ. അതുമല്ല നമുക്ക് 2029 വരെ വണ്ടിക്ക് പേപ്പറുണ്ട്. 2012 മോഡൽ എസ്റ്റിലോ VXi വണ്ടി. വെറും 80,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്ഥിരം നമ്മൾ എല്ലാ മാസവും ഒരു 2 വട്ടമെങ്കിലും വീഡിയോ എടുക്കുന്ന ഡിക്സൻ്റെ അടുത്താണ്. അതായത് ചന്ദനത്തോപ്പിലുള്ള ഇൻഡസിലാണ് വന്നിരിക്കുന്നത്. പ്രോപ്പറായിട്ട് കറക്റ്റ് എവിടെ പറയാമെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ ഷോപ്പുള്ളത്. അത്യാവശ്യം പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ട്രൂ വാലിയിൽ വീഡിയോ എടുക്കരുതെന്ന് പറയുന്ന സഹോദരങ്ങളോട് ആദ്യമേ ഞാൻ പറയുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ ഒരു ജാമ്യം വെക്കുന്നതാണ്. കാരണം ബാക്കിയുള്ള ട്രൂ വാലി ഷോപ്പുകളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാറുണ്ടല്ലോ, വിലയിൽ അത്യാവശ്യം നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് സ്വയം ചെയ്ത് തരുന്ന ഒരു വ്യക്തിയെടുത്താണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാം. പുള്ളിയെ വിളിക്കാം. കാമോൺ ഡിക്സൺ ബോ. ഹായ്. അപ്പം ഇത്തവണയും കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ വരാൻ നേരത്തെ ഒരു എസ്റ്റില കിടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് വില കാര്യങ്ങളൊക്കെ? എർട്ടിക നമ്മൾ 4-5 സ്റ്റോക്ക് കിടപ്പുണ്ട്. എർട്ടിക ഓട്ടോമാറ്റിക് എർട്ടിക നമ്മുടെ കിടപ്പുണ്ട്. പിന്നെ 2024 വരെ എർട്ടിക നമ്മുടെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എസ്റ്റിലോ നമുക്ക് 2012 മോഡൽ. അത് ചുമ്മാ ഒന്ന് വില എന്ന് പറഞ്ഞേ 110 മാന്യാണ് അല്ലേ നോക്ക്. എന്നിട്ട് വില കേട്ടിട്ട് നിങ്ങൾ ബാക്കി വീഡിയോ കാണണമെന്ന് പറയാം. അതേപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ ഏതെങ്കിലുമൊക്കെ ഫാൾട്ട് വെച്ചാൽ വില കൂടുതൽ ചോദിക്കുന്നു എന്നുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ തച്ചനിരുന്ന് കമൻ്റ് ഇടുന്നുണ്ട്. കത്തി വില കൊണ്ട് പുഴുങ്ങി പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില നല്ല വീഡിയോസ് ഇടുമ്പോൾ അതിന് നിങ്ങൾ കമൻസ് നല്ല വീഡിയോസാണ്, നല്ല ഇതേപോലെയുള്ള ഷോപ്പുകളിൽ പോകണം അങ്ങനെയൊക്കെയുള്ള 1-2 കമൻസ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ ഇട്ട് തരിക. വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കമന്റ് ഇട്ട് തരാൻ പറയുന്നത്. അപ്പം അത് ദോഷത്തിന് മാത്രമല്ല, നല്ലതിനും തരണം. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇടുക. അതെ രണ്ടിനും ഒരേ മൈൻഡ് കാണിക്കുക. അപ്പോഴല്ലേ നമുക്ക് അതിനൊരു രസം കയറുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ വണ്ടിയുള്ള വിശേഷങ്ങൾ നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഓട്ടോറിക്ഷയുടെ വീഡിയോ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം കമൻസുകൾ എനിക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് എനിക്ക് വിഷമമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അത്യാവശ്യം നല്ല വില കുറച്ചാണ് ആ ചേട്ടൻ വീഡിയോയ്ക്ക് മൊത്തം വണ്ടികളുടെ വില പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെയുള്ള നല്ല വീഡിയോസ് ചെയ്യുമ്പോഴെങ്കിലും അതിന് നല്ല നല്ല കമൻറ്റുകൾ തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പോവാം. വാഗണർ 2010 മോഡൽ വാഗണർ. 2010 മോഡൽ വാഗണർ VXi സിംഗിൾ ഓണർ വണ്ടി. വെറും 76,000 കിലോമീറ്റർ ഓടി വണ്ടി. 76 കിലോമീറ്റേഴ്സ്. 2010 മോഡൽ വാഗണർ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്തുണ്ട്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. വണ്ടിക്കകം നോക്കിയാൽ കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 4 പവർ വിൻഡ് ആണോ? 4 പവർ വിൻഡ്. VXi 4 പവർ വിൻഡ്. മിക്സ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം വണ്ടിക്കകത്തുന്നുണ്ട്. ഇത് സീറ്റ് കവേഴ്സ് ഇട്ടേക്കാണോ? സീറ്റ് ഇട്ടേക്കാണ്. ഒറ്റയടിക്കണ്ട അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ സീറ്റ് കവറാണെന്നാണ് പറയുന്നത്. 2010 മോഡൽ. 2010 ആണെങ്കിൽ പോലും ഡോറൊക്കെ നല്ല പഴം പോലത്തെ ഡോറല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നല്ല ഡോറും കാര്യങ്ങളൊക്കെയാണ്. തുരുമ്പോ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല. തുരുമ്പോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. 2010 മോഡലാണ്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടി ചെറിയ റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ചെയ്ത വണ്ടി നീറ്റാക്കി അങ്ങനെയൊക്കെ അത് ബമ്പർ കോണ്ടർ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ റീപെയിൻറ്റ് ചെയ്തതാണ്. ബമ്പർ റീപെയിൻറ്റ് നമ്മൾ നീറ്റാക്കി ഇട്ടിരിക്കുകയാണ്. എത്ര എടുത്തിട്ട് ടെസ്റ്റിന് 1 രൂപ പണി ചെയ്യേണ്ട. പേപ്പർ വർക്കിൻ്റെ കാശ് മാത്രം നോക്കിയാൽ മതി. ടെസ്റ്റ് എന്നാ വരുന്നത്? ടെസ്റ്റ് ഈ വർഷം വരും. ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റ് വരും. ഈ വർഷം ടെസ്റ്റ് വരും. ഓക്കെ. അപ്പോൾ ഈ ടെസ്റ്റ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ റേറ്റിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും വരത്തേയുള്ളൂ. എത്ര ചോദിക്കുന്നത്? നമ്മളിത് 1,80,000 രൂപയ്ക്കുള്ളൂ. 180. 2010 മോഡൽ വാഗണർ VXi വണ്ടി. ഈ ടെസ്റ്റ് ഏത് മാസം വരുന്നതെന്ന് അറിയാം? ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരുന്നുണ്ട്. 2011 മോഡൽ ഓൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ്. 2011 മോഡൽ ഓൾട്ടോ LXi വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളും വണ്ടിക്കുണ്ട്. വെറും 77,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. വണ്ടിയെല്ലാം സർവീസ് ചെയ്തിട്ടേക്കുമല്ലേ? എല്ലാം സർവീസ് കിട്ടി. 2011 ഓൾട്ടോ LXi വണ്ടി. വണ്ടി കാണാനൊക്കെ അതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്.
അതേപോലെ ഡോറാണെങ്കിലും നമ്മൾ ഇങ്ങനെ പിടിച്ച് തുറക്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പഴം പോലെ ഇരിക്കുകയല്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ രീതിയിൽ വണ്ടി കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ഒന്നുമില്ല. സ്ക്രാച്ച്, തുരുമ്പ് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. എത്ര ചോദ്യം? ഇത് 1.45, 1,40,000, 2011 മോഡൽ ഓൾട്ടോ LX. എന്തെങ്കിലും കുറയോ? എന്തെങ്കിലും കുറയും. ഫിക്സ് നമ്മൾ ഈ പറഞ്ഞത് ഒന്നും ഫിക്സഡ് റേറ്റ് അല്ല, എല്ലാം നെഗോഷിയേഷൻ റേറ്റ് ആണ്, ആസ്കിംഗ് റേറ്റ് ആണ്. ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നതിനെ കാട്ടി ആസ്കിംഗ് റേറ്റ് കുറച്ച് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞാൽ റേറ്റ് കുറച്ചാൽ വേണ്ടി പിന്നെ ഒരു 10-20 രൂപ കൂടിയൊക്കെ നമുക്ക് പറഞ്ഞ് കുറയ്ക്കാവുന്നതായിരിക്കും. അടുത്ത 2018 മോഡൽ ഇയോൺ എറ പ്ലസ്, വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടി ഈ വണ്ടി. 18 2000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. 2018 മോഡൽ ഇയോൺ എറ പ്ലസ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെൻട്രലോ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കിലോമീറ്റർ 18,065 കിലോമീറ്റർ മാത്രം ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്, നീറ്റ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. അതിലുപരി ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി കാണാൻ ഇവൻ പറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. വണ്ടി ഏത് വർഷമായിരുന്നു? 2018. ഓക്കെ, വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,75,000 കൊടുക്കാം. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ? 2018 മോഡൽ ഇയോൺ എറ, വെറും 18,000 കിലോമീറ്റർ വണ്ടി, 2,70,000 കൊടുക്കാം. ആദ്യം എത്ര രൂപ ഇറക്കാൻ പറ്റും? നമുക്ക് അത് 2.5-2.60 റേഞ്ച് വണ്ടിക്ക് ലോണും കിട്ടും നമുക്ക് വണ്ടിക്ക്. അപ്പോൾ 15 രൂപ ഇറക്കാൻ പറ്റും. അടവ് എങ്ങനെ വരും? അടവ് നമുക്ക് മാസം ഒരു 6,000 രൂപ റേഞ്ച് കട വരത്തുള്ളൂ, 6,000 അത് കട വരത്തുള്ളൂ. എത്ര വർഷത്തേക്കാ? 5 വർഷത്തേക്ക്. 5 വർഷം. അപ്പോൾ നമ്മുടെ വണ്ടി 2007 മോഡൽ മാരുതി 800 AC വണ്ടി, ടെസ്റ്റ് കഴിഞ്ഞ് 2027 വരെ പേപ്പറും കാര്യങ്ങളുള്ള 2007 മോഡൽ മാരുതി 800 MBFI AC വണ്ടി. MBFI ആണ്. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്കകത്ത്. ഓക്കെ, ടയർസ് ഉണ്ട്, അത്യാവശ്യം ടയർസ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ചോദിച്ചിട്ട് അർത്ഥമില്ല, എന്നാലും ഉണ്ടോ? ഇല്ല, ഒന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക്. AC ആണോ? AC വർക്ക് ചെയ്യോ? വർക്ക്. AC ഒക്കെ അത്യാവശ്യം കൂളിങ്സ് ഉണ്ടോ? എല്ലാം ഉണ്ട്. ഓക്കെ, സീറ്റ് കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സീറ്റ് കവറിട്ടൊക്കെ ആണ്, സീറ്റ് കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം കാണാനൊക്കെ വൃത്തിയുണ്ട്. ബാക്ക് ടയറൊക്കെ വാഷ് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ വണ്ടി വൃത്തിയാവും. വണ്ടി ഓവറോൾ കാണാനൊക്കെ വൃത്തിയുണ്ട്. തുരുമ്പുണ്ടോ? തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. 2007 മോഡൽ മാരുതി 800 AC വണ്ടി, 27 വരെ പേപ്പറിലുണ്ട്. റീപെയിന്റ് ഒക്കെ കയറി കാണും. റീപെയിന്റ് ഒക്കെ എന്തായാലും കാണും. ഇനി പേപ്പേഴ്സ് ഒക്കെ എത്ര ആളുണ്ട്? 2027 വരെ പേപ്പറും കാണാനൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 77 കൊടുക്കാം. 2007 വെറും 77,000 വേണ്ടി നമുക്ക് കൊടുക്കാം. ആദ്യം പറഞ്ഞേക്കുന്നത് നീ അത്യാവശ്യം വില കുറച്ച് പറയുന്നത്. വില കുറച്ചുണ്ട്. 2007 മോഡൽ മാരുതി AC വണ്ടി 77,000 കൊടുക്കാം. 40,000-40,000 രൂപയ്ക്കൊക്കെ വണ്ടി കിട്ടുന്ന നല്ല ക്വാളിറ്റി കാണുള്ളൂ, നല്ല വണ്ടി, കണ്ണും പൊടി എടുത്തുണ്ടാവും. മിഠായി വണ്ടി. അടുത്തുണ്ട് ഇഗ്നിസ് 2023 മോഡൽ, വെറും 20,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 2023 മോഡൽ ഇഗ്നിസ് സിഗ്മ വേരിയന്റ്. 22,397, 22,400 കിലോമീറ്റർ ഓടിയ വണ്ടി. 2023 മോഡൽ. സിഗ്മ എന്ന് പറയുമ്പോൾ ബേസ് വേരിയന്റ് അതാണ്. സ്റ്റീരിയോ പോലും ഇല്ല. അങ്ങനെയുള്ള വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരുന്നതാണ്. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി എല്ലാം വണ്ടിക്ക് അത് വരുന്നുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. പുതിയൊരു വലുതായിട്ട് ഓടിയിട്ടുമില്ല. ഫസ്റ്റ് ടയേഴ്സ് തന്നെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാലം ഒന്നുമില്ല വണ്ടിക്ക്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,30,000 കൊടുക്കാം. നമുക്കതിനകത്ത് ഒരു 5 ലക്ഷം രൂപ വണ്ടിക്ക് ലോണും കിട്ടും. അടുത്ത 2024 മോഡൽ എർട്ടിക VXI വണ്ടി, വെറും 37,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 37 കിലോമീറ്റർ 2023 മോഡൽ. ടയർ 4 മാറി, 4 ടയറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ബാക്ക് ടയറൊക്കെ മാറിയ ടയേഴ്സാണ് കിടക്കുന്നത്. ഇത് വേരിയൻ്റ് ഏതാ? VXI എന്ന് പറയുമ്പോൾ മിഡിലാ ടോപ്പാ? മിഡിൽ വേരിയൻറ്റ്. കീബോർഡ്, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് തരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി ഉൾപ്പെടെ വണ്ടിക്ക് അത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലാണ് ടോപ്പ്. അതെ. അങ്ങനെ ബാക്ക് ടോപ്പൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സീറ്റ് നോക്കിയാലൊക്കെ അതൊക്കെ ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല, വൃത്തിക്കൊന്നും കുഴപ്പമില്ല. വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. എത്ര ചോദിക്കുന്നത്?
ഇത് നമുക്കൊരു 9,95,000 കൊടുക്കാം. 9,95,000. അപ്പോൾ ഇത് ഇറങ്ങിയപ്പോൾ എന്താണ് ഈ മോഡൽ ഇറങ്ങിയപ്പോൾ എന്ത് വിലയാണ്? ഇത് ഇറങ്ങിയപ്പോൾ അറൗണ്ട് ഒരു 12 വില ഉണ്ടായിരുന്നു. 12 വില ഉണ്ടായിരുന്നു. അടുത്ത 2018 മോഡൽ സ്വിഫ്റ്റ്, വെറും 62,000 കിലോമീറ്റർ ഓടി വണ്ടി. 18 മോഡൽ സ്വിഫ്റ്റ് VXI. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് 6 മാസം വാറണ്ടി വരെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പ്രീമിയസ് പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കിലോമീറ്റർ 62,000 കിലോമീറ്ററിനകത്താണ് വണ്ടി ഓട്ടുള്ളൂ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ അയക്കുന്നത്. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫോർഡ് പവറുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 5,35,000 കൊടുക്കാം. 5,35,000. 2018 മോഡൽ സ്വിഫ്റ്റ് VXI വണ്ടി നമുക്കൊരു 5,35,000 എമൗണ്ട് കൊടുക്കാം. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 5 ലക്ഷം വണ്ടിക്ക് ലോണും കിട്ടും കൊടുക്കാം. 35,000 രൂപ. 35,000 രൂപ. അടുത്ത 2023 മോഡൽ ബ്രസ, കിലോമീറ്റർ വെറും 7,000 കിലോമീറ്റർ. 7,800 കിലോമീറ്റർ ഓടി വണ്ടി. ഫസ്റ്റ് ടയർ 7,460 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. 2023 മോഡൽ ബ്രസ VXI വണ്ടി, വെറും 7,460 കിലോമീറ്റർ ഓടി വണ്ടി. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതിൽ തന്നെ വരുന്നില്ലേ? എല്ലാത്തിനും ഇമ്പിൾട്ടായിട്ട് വരുന്നത്. എല്ലാത്തിനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ്, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡൻ്റ് അല്ല, റീപെയിൻറ്റ് പോലും വണ്ടിക്കകത്തില്ല. അല്ല അതൊരു 7,000 എന്ന് പറയുന്നത് വളരെ ചുരുക്കോട്ടം. ബാക്ക് AC വണ്ടി വരുന്ന മോഡലാണ്. വണ്ടിക്ക് അകമൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയറും ഒക്കെ 7,000 കിലോമീറ്റർ അല്ലേ? എന്നാലും പറയുമ്പോൾ ഹൈബ്രിഡ് ആണല്ലേ? ഹൈബ്രിഡ് വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 9,90,000 കൊടുക്കാം. പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ തന്നെ. ഇത് മൈലേജ് എന്താണ്? ഇത് ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്കൊരു 18 റേഞ്ചൊക്കെ മൈലേജ് വണ്ടി കിട്ടും. കമ്പനി 20+ മൈലേജ് ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും കിട്ടത്തില്ല. നമുക്കൊരു 18 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലാത്ത പറയണ്ട, ഉള്ളത് തള്ളേണ്ട ആവശ്യമില്ല. ഡുവൽ ടോൺ ആണല്ലേ? ഡുവൽ ടോൺ വണ്ടിയാണ്. കൊള്ളാം, വണ്ടി കാണാനൊക്കെ. 2023 ബ്രസ VXI 7,400 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്കൊരു 9.5-9.25 റേഞ്ചിലെ വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും വണ്ടി. ഓക്കെ, അപ്പോൾ ഒരു 50,000 രൂപ ഇറക്കാം. സുഖമായിട്ട് ഇറക്കാൻ പറ്റും. 50 മതി. 50 അടവ് ആ റേഞ്ചിൽ കയറി വരുന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. കസ്റ്റമർ അടയ്ക്കാൻ ഓക്കെ എന്നുണ്ടെങ്കിൽ അടവ് കൂടും. കാരണം 9 ലക്ഷം രൂപ ലോണൊക്കെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര അടവായി പോകും. അത്ര അടയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ഇടാൻ കുഴപ്പമൊന്നുമില്ല. 2023 മോഡൽ ബെലനോ സീറ്റ ഓട്ടോമാറ്റിക് വണ്ടി, വെറും 17,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. അലോയ്സ്, കമ്പനി അലോയ്. നല്ല ടയേഴ്സാണ്. ടയേഴ്സൊക്കെ ഫസ്റ്റ് ടയർ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് കമ്പനി 21 മൈലേജ് വണ്ടിക്ക് പറയുന്നുണ്ട്. വണ്ടി അത്രയൊക്കെ കിട്ടൂടെ? ഇല്ല, അത്ര ഒരു 18-19 റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. 18-20 മതി പ്രതീക്ഷിച്ചാൽ മതി നമുക്ക്. ആ റേഞ്ച് നോക്കി. അതെ, 2023 മോഡൽ ബെലനോ സീറ്റ ഏജീസ് വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി, വെറും 17,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് തന്നെ ഉള്ളതല്ലേ? കേട്ടില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം ഇമ്പിൾട്ടഡ് വരുന്നത്. ബാക്ക് AC വണ്ടി വരുന്ന മോഡലാണ്. ഫോർമാറ്റ്, പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 8,80,000 കൊടുക്കാം. നമുക്ക് 8 ലക്ഷം ആസ്കിംഗ് പ്രൈസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നവർ, ഇൻഡസ് മോട്ടോഴ്സ് പ്രതീക്ഷിക്കുന്നവരാണ് 8,80,000 രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസാണ്. ഇത് പുതിയ മോഡലല്ലേ? പുതിയ മോഡൽ. ഇത് എന്തുകൊണ്ട് വില? പുതിയ ഇറങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു 10 ചില്ലറ 15-നകത്ത് വണ്ടിക്ക് വില വരുന്നുണ്ട്. ആ റേഞ്ച് വരുന്ന വണ്ടി. അടുത്ത വീണ്ടും എർട്ടിക, 2018 മോഡൽ എർട്ടിക, വെറും 70,000 കിലോമീറ്റർ ഓടി വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 2018 മോഡൽ എർട്ടിക VXI. എന്തോടി? 70,000 കിലോമീറ്റർ. 70. ടയേഴ്സ് സെക്കൻഡ് ടയേഴ്സാണ്. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. മാനുവൽ വണ്ടി. അത്യാവശ്യം നല്ലൊരു സീറ്റ്. നമ്മുടെ എർട്ടിക തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും രണ്ടും നമ്മുടെ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ഉണ്ടോ? ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് കാണിക്കാണ്ടോ? എർട്ടിക നമ്മൾ ഇപ്പം ഇന്ന് വൈകിട്ട് വണ്ടി വരുത്തേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല? വണ്ടി വന്ന് ഓൺ തവയാണ്. എർട്ടിക തന്നെ നമ്മുടെ ഏകദേശം ഒരു 3 വണ്ടി 2023, 24 അങ്ങനെ ZXI അങ്ങനെ 3 പേരിൽ നമ്മുടെ കിടപ്പുണ്ട് എർട്ടിക തന്നെ. ബാക്ക് ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. സെക്കൻഡ് ടയറുകൾ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്, മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല. ഒന്നുമില്ല. ഇതും വണ്ടി ഹൈബ്രിഡ് ആണ്. അതെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,45 കൊടുക്കാം. 7,70,000 കൊണ്ട് നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് അല്ല, ആസ്കിംഗ് പ്രൈസ് ആണ്. എന്തെങ്കിലും ഒരു വ്യത്യാസം? തീർച്ചയായിട്ടും. 2017 മോഡൽ വാഗണർ VXI ഓട്ടോമാറ്റിക് വണ്ടി, വേറെ 36,000 കിലോമീറ്റർ മാത്രം കൂടി, സിംഗിൾ ഓണർ വണ്ടി. 2017 വാഗണർ VXI ഓട്ടോമാറ്റിക്. പക്ഷേ ഇതിൻ്റെ ടയർ മൊട്ടയാണ് കേട്ടോ. മൊട്ടയാണ്. മാറി കൊടുക്കൂ. ഫസ്റ്റ് ടയർ കിടക്കുന്നത്. ഫസ്റ്റ് ടയർ മാറി കൊടുക്കാൻ. ഫോർഡ് പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. കിലോമീറ്റർ എത്ര? 36,000 കിലോമീറ്റർ. ജെന്യുവൻ ആണോ? ജെന്യുവൻ കിലോമീറ്റർ. ജെന്യുവൻ കിലോമീറ്റർ. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,80,000 രൂപ കൊടുക്കാം നമുക്ക്. ഏത് വർഷമായിരുന്നു? 2017 ഓട്ടോമാറ്റിക്. 17. ബാക്ക് ടയർ നോക്കിയാലും ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ റീപെയിന്റ് എന്തായാലും ഉണ്ട്. റീപെയിന്റ് ഒരിക്കലും ഞാൻ പറയത്തില്ല, റീപെയിന്റ് എന്തായാലും കാണും. ഓക്കെ. ഇതപ്പോൾ എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? നമുക്കൊരു 10, 20, 30,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എടുക്കാം. സിവിൽ സ്കോറും ബാങ്കിലുണ്ടെന്നൊക്കെ മാക്സിമം ഫുൾ ലോൺ വരെ വണ്ടി എടുക്കാൻ പറ്റും. ഈ സിവിൽ സ്കോർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഏകദേശം എത്ര പേര് ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ ഒരു മാക്സിമം ഫണ്ടിങ് വേണം? ഒരു 720+ വേണം നമുക്ക് സിവിൽ സ്കോർ. 720 മേളിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാക്സിമം ഫണ്ടിങ് ഫുൾ ലോൺ വരെ ചെയ്യാം. 720 മേളിൽ വേണം. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗൂഗിൾ പേ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്താണ് ഒരു ഡിസയർ, 2023 മോഡൽ ഡിസയർ VXi വണ്ടി, വെറും 9,800 കിലോമീറ്റർ. 2023 ഡിസയർ VXi വെറും 9,800 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. അല്ല, കിലോമീറ്റർ ജെന്യുവൻ ആണേ. അറിയാതെ നീ പോ. ബാക്ക് ടയേഴ്സൊക്കെ ഫ്രഷ് ടയർ, അതായത് 9,000 ഓടിയ ടയർ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്നും അല്ല, അല്ലാതെ കമ്പനി ഇൻബിൾട്ട് വരുന്ന സിസ്റ്റമാണ്. സീറ്റോറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. 2023 മോഡൽ ഡിസയർ VXi 9,800 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, മാനുവലാണ്. അതായത് വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഇതിന് മൈലേജ് എന്താണ്? ഇത് കമ്പനി മൈലേജ് നമുക്ക് 26 ഇഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. നമുക്ക് വണ്ടി 20 മൈലേജ് പ്രതീക്ഷിക്കാം. ഇതിന് ആപ്പിളിച്ചിട്ട് ബമ്പർ കോണിൽ ചെറിയ 2 സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് ഒരു 6,80,000 രൂപ കൊടുക്കാം. 2023 മോഡൽ ഡിസയർ VXi 9,800 നമുക്ക് 6,80,000 രൂപ കൊടുക്കാം. ഇപ്പോൾ 2023 മോഡൽ ഇഗ്നിസ് ഡെൽറ്റ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് എന്ത് ഓടി? കറക്റ്റ് 25,800 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 2023 മോഡൽ ഇഗ്നിസ് ഡെൽറ്റ. ഫസ്റ്റ് ടയറാണല്ലേ? വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഫസ്റ്റ് ടയറാണ്. ഫസ്റ്റ് ടയർ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അതെ. സീറ്റോറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ധരിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് നമുക്കൊരു 10, 18, 20 ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം. ഒരു 18 വരെ പ്രതീക്ഷിച്ചാൽ മതി. 18 അത്രയും പ്രതീക്ഷിച്ചാൽ നമ്മൾ ഓടിക്കും. ഓട്ടോമാറ്റിക് എപ്പോഴും അതിൻ്റെ മൈലേജ് നമ്മൾ ഓടിക്കുന്ന രീതി ഇരിക്കും. അതിൻ്റെ അത് ബേസ് ചെയ്തിരിക്കും ഓട്ടോമാറ്റിക് വണ്ടി എപ്പോഴും ഓടിക്കുന്ന മൈലേജ് നമ്മൾ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6,50,000 കൊടുക്കാം. 2023 മോഡൽ ഡെൽറ്റ വേരിയൻറ്റ് ഇഗ്നിസ് ഓട്ടോമാറ്റിക് വണ്ടി. 2012 മോഡൽ എസ്റ്റിലോ VXi വണ്ടി, വെറും 80,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ കേട്ടില്ല? 80,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2012 മോഡൽ എസ്റ്റിലോ VXi. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ ആണോ? അല്ല, 2 ഡോർ പവറിൻ്റെ ആണ്. അതെ. ബാക്ക് സൈഡ് നോക്കിയാലും വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. നീറ്റ് കണ്ടീഷൻ വണ്ടി. സ്ക്രാച്ച് തുരുമ്പ് അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല. എന്താ റീപെയിന്റ് എന്തായാലും കയറി കാണും. റീപെയിന്റ് ഇല്ലെന്ന് ഒരിക്കലും പറയാം. പുതിയ വണ്ടി റീപെയിന്റ് എന്തായാലും കാണാം. അല്ല, ഈ പുട്ടിയിട്ട് അടിച്ച് കയറ്റുന്ന ആ പരിപാടിയൊന്നും വന്നിട്ടില്ല. റീപെയിന്റ് എന്തായാലും ഉണ്ട്. പുട്ടി കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ റീപെയിന്റ് കാര്യങ്ങൾ എന്തായാലും വണ്ടിക്കകത്തുണ്ട്. ഉണ്ട്. അതായത് മാറ്റം ഞാൻ പറഞ്ഞില്ല. ഇതല്ലേ 1,10 പറഞ്ഞു? 1,10. അത് ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് നമുക്ക് അതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാം. അടുത്ത നമുക്ക് ലോ ബഡ്ജറ്റ് ഓൾട്ടോ നോക്കാം. 2009 മോഡൽ ഓൾട്ടോ LX. വേറെ ആക്സിഡന്റ് കാര്യങ്ങൾ 2009 മോഡൽ. അതുമല്ല, നമുക്ക് 2029 വരെ വണ്ടിക്ക് പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. 2009 മോഡൽ ഓൾട്ടോ LX വണ്ടി. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് അടിച്ചിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ വരുന്നുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ വണ്ടി വെച്ച് തരുന്നുണ്ട്. തുരുമ്പൊന്നുമില്ലല്ലോ? ഇല്ല, മേജർ അങ്ങനെ തുരുമ്പും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്ത് അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ തപ്പുണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നും വണ്ടിക്കകത്തില്ല. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സൂം ചെയ്ത് നോക്കിയാൽ ആക്സിഡന്റ് ഒന്നുമില്ല. ഇത്രയും പഴയ വണ്ടിയില്ല. തുരുമ്പുണ്ടോ നോക്കിയതാ. നമ്മൾ നോക്കിയില്ലാന്ന് പ്രേക്ഷകർ പറയണ്ട, മൊത്തത്തിൽ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു. അതെ, ഇതായിട്ട് നോക്കിയോ? അതിനകത്തൊന്നും കാണുന്നില്ല. ഞാൻ നോക്കിയ ഭാഗങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 70 രൂപ കൊടുക്കാം. 70,000 രൂപ കൊണ്ട് കൊടുക്കാം. ഇത് കുറയും. അഡ്ജസ്റ്റ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ 2029 പേപ്പറുള്ള വണ്ടിയാണ് കേട്ടോ ഓൾട്ടോ. 29 പേപ്പറുണ്ട്. നമുക്കൊരു 70 രൂപ കൊടുക്കാം. അതുപോലെ ഉണ്ട് വേറെ 2013 മോഡൽ ഓൾട്ടോ 90 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നമുക്കൊരു 1,90 കൊടുക്കാം. 70,000 കിലോമീറ്റർ ഓടി വണ്ടി.
2013 ഓൾട്ടോ 100 നമുക്കൊരു 190 കൊടുക്കാം. കിലോമീറ്റർ ജെനുവിനാണ്. ജെനുവിൻ കിലോമീറ്റർ. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ടയറുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സീറ്റ് വരും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ധരിച്ചിട്ടുണ്ട്. പിന്നെ മേജർ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും നിലവിൽ വണ്ടിക്കകത്തില്ല. ഇല്ല. അത്യാവശ്യം കൊള്ളാവുന്നൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ സത്യസന്ധമായ രീതിയിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത വണ്ടികളിൽ വെച്ച് ഈ ഡോറിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വണ്ടി 2013 വണ്ടി ആ റേറ്റ് 190 റേഞ്ചൊക്കെ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഡോർ വെച്ച് പഴം പോലെ ഇതൊക്കെ നേരത്തെ നമ്മൾ ആ കണ്ട വാഗണറിൻ്റെ ഒക്കെ ഡോർ നല്ല വാഗണർ ഡോറും ഓൾട്ടോ ഡോറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഡോറിൻ്റെ ബോഡി വെയിറ്റും കാര്യങ്ങളെല്ലാം കൂടുതലുള്ള വണ്ടിയാണ്. അതിനായിട്ട് കുറഞ്ഞ വണ്ടിയാണ് കാട്ടി. അതിൻ്റെ വ്യത്യാസം എന്തായാലും വണ്ടിയുടെ ഡോറിന് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാവാം. പക്ഷെ എന്നാലും ആ ഡോർ പിടിച്ചപ്പോൾ ഒരു സുഖമില്ലായിരുന്നു. അത് ചേച്ചി പഴവ ഭയങ്കര സുഖമാണ്. സുഖത്തിൽ കൂടുന്നുണ്ട്. 2022 മോഡൽ എക്സ്പ്രസ്സോ VXI പ്ലസ് വണ്ടി. വെറും 19,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2022 മോഡൽ എക്സ്പ്രസ്സോ VXI പ്ലസ്. അതായത് ടോപ്പ് അത് എക്സ്പ്രസ്സോയുടെ ടോപ്പ് വേരിയൻറ്റ്. ഓക്കെ. ടയേഴ്സൊക്കെ ടയറും കാര്യങ്ങളെ 19,000 ടയറേ ഉള്ളൂ. വേറെ മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര മാസം വാറണ്ടി? എത്ര മാസം വരെ നമുക്ക് 1 വർഷം കൊടുക്കാം. 1 വർഷം 12 മാസം കൊടുക്കാം. ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇത് വരുന്നില്ലേ? എല്ലാം വരുന്നതാണ്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റും, പീസ് മാറ്റും കാര്യങ്ങൾ എല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. അകത്തൊരു ഓറഞ്ച് മയം ഉണ്ട് അല്ലേ? അതെ. അത് നമ്മുടെ ബാക്ക് സ്പോയിലർ ഉണ്ടോ? സ്പോയിലർ അതിൻ്റെ ഒരു ടച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് ആ സ്പോയിലർ ടച്ച് ചെയ്ത് ബാക്കിലൊരു ഡിസൈനെ കൊടുത്തതാണ്. ഓക്കെ. പക്ഷേ ഈ ബാക്ക് സ്പോയിലറിൻ്റെ കളർ ഇത്തിരി ഫെയ്ഡാണ്. അകം വെയിലുള്ളതുകൊണ്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4,45,000 രൂപ കൊടുക്കാം. നമുക്കൊരു 4 ലക്ഷത്തിന് മേളിൽ വരണമെങ്കിൽ ലോണും കിട്ടും. മൈലേജ് ഒരു 20 മൈലേജ് കിട്ടും. മൈലേജിൻ്റെ കാര്യത്തിൽ പുതിയ ആൾ. അതുകൂടാതെ തന്നെ നമ്മുടെ എക്സ്പ്രസ് നമ്മുടെ റെഡും ഗ്രേയും നമ്മുടെ അവൈലബിൾ ആണ്. കളറുടെ ചോയ്സ് അത് അതെല്ലാം 4 ചില്ലറ ആ റേഞ്ച് വരുന്ന വണ്ടിയല്ല. ഇത് രണ്ടും 4 ചില്ലറ ആ റേഞ്ച് വരുന്ന എക്സ്പ്രസ് എല്ലാം കിടക്കണം നമ്മുടെ. അടുത്ത സെലേറിയോ 2022 മോഡൽ ZXi വണ്ടി. അതുകൊണ്ട് 22 മോഡൽ ZXi പ്ലസ് വണ്ടി. 2 വണ്ടിയുടെ വൈറ്റും കിടപ്പുണ്ട്, ഗ്രേയും കിടപ്പുണ്ട്. ഇത് ടോപ്പ്. ഇത് 2022 ZXi പ്ലസ്. ഇത് 2022 ZXi. ഇതെങ്ങനെയാണ് വില? ഇത് നമുക്കൊരു 5,50,000 രൂപ കൊടുക്കാം. ഇത് നമുക്കൊരു 5 ലക്ഷം രൂപ കൊടുക്കാം. എത്ര കിലോമീറ്റേഴ്സ് ഒക്കെ? കിലോമീറ്റർ ഇത് 20,000 കിലോമീറ്റർ, അത് 22,000 കിലോമീറ്റർ. അത്രയും കിലോമീറ്റർ ഒക്കെ ജെനുവിൻ. ഇത് രണ്ട് ഈ കാണിച്ച വണ്ടിക്കെല്ലാം നമുക്ക് വാറണ്ടി കാരണം എല്ലാം വരുന്ന വണ്ടിയാണ്. വാറണ്ടി, ഫ്രീ സർവീസ് എല്ലാം ഇന്ത്യയിൽ വരുന്ന വണ്ടിയാണ്. അതുപോലെ മാക്സിമം ലോണും ഫണ്ടിങ് എല്ലാം നമുക്ക് അറേഞ്ച് കൊടുക്കും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെയുള്ള ഒരു വണ്ടികളും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. എല്ലാ വണ്ടികളും നല്ല വണ്ടികൾ തന്നെയാണ്. ഈവൻ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകണം. പിന്നെ പറയത്തക്ക രീതി പറയുകയാണെങ്കിൽ ഒരുവിധം ക്വാളിറ്റി വണ്ടികളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കാണ് തോനെ ഉതകുന്നതെങ്കിലും 1-2 വണ്ടികളൊക്കെ ചെറിയ എമൗണ്ടിലുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.